Welcome to the channel Swasta Foods. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മൈസൂർ പാക്കാണ്. 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് കടലമാവ്, ബേസൻ, പിന്നെ എടുത്തിരിക്കുന്ന 1 കപ്പ് നെയ്യ്, 1 കപ്പ് പഞ്ചസാര, പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം. കടലമാവ് ഒന്ന് ചൂടാക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ലോ ഫ്ലെയിമിൽ ജസ്റ്റ് നല്ലൊരു മണം വരുന്നിടം വരെ ഒന്ന് ചൂടാക്കുക. ഇത് കളറൊന്നും ചേഞ്ച് ആകരുത്. കടലമാവിൻ്റെ ഒരു പച്ച മണമുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗീ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചെറിയ ചൂടോടെയാണ് നമ്മൾ ഈ ഗീ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി കടലമാവ് കുറച്ച് അരിച്ചെടുക്കാം. കടലമാവ് ഞാൻ ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന നെയ്ക്കകത്തുനിന്ന് 1/2 കപ്പ് നെയ്യ് ഇതിലൊഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ മിക്സ്ചർ ഒഴിച്ച് വെക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു പാത്രം റെഡിയാക്കി വെക്കാം. ജസ്റ്റ് നെയ്യോ എണ്ണയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെക്കുക. നേരത്തെ റെഡിയാക്കി വെക്കണം. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഈ ഷുഗർ സിറപ്പ് ഒരു 1 സ്റ്റിങ് കൺസിസ്റ്റൻസി, അതായത് 1 നൂൽ പരുവം ആകണം. അപ്പോൾ ഇത് 1 സ്റ്റിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം. ജസ്റ്റ് ഇങ്ങനെ നൂല് പോലും കാണാം. ഇവിടെ നമ്മൾ എടുത്ത് വെച്ചാൽ കടലമാവ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗീ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടെ ഗീ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ആദ്യം ഒഴിച്ച ഗീയെല്ലാം എനിക്ക് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി ഗീ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടോടുള്ള ഗീ വേണം ഒഴിക്കേണ്ടത്. ഗീ എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ലാസ്റ്റിൽ കുറേ ഗീ എടുത്ത് ഒഴിക്കല്ലോ, അപ്പം ഗീ എല്ലാം മേളിങ്ങനെ പൊങ്ങി കിടക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പം ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആയിട്ടില്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ തവയിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ലെവലാക്കി കൊടുക്കുമെന്ന് പ്രസ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. കാണാം ഇവിടെ. കാണാൻ ഇവിടെ മൈസൂർ പാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം അപ്പം നമുക്ക് കട്ട് ചെയ്യാം. വളരെ നല്ല സോഫ്റ്റാണ്, നിൽക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അപ്പം ഞാൻ മുറിച്ച് കാണിക്കുക എത്ര സോഫ്റ്റാണെന്ന് കാണാം. നല്ല സോഫ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.